നമസ്കാരം. കേരളം ഇന്ന് സൂര്യതാപഭീതിയിലും അതിനോടൊപ്പം തന്നെ സർപ്പഭീതിയിലുമാണല്ലോ. പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ കേരളത്തിലിപ്പോൾ അടുത്തടുത്തായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വീടുകളിൽ ഉള്ളിലും അതുപോലെ തന്നെ വാഹനത്തിലും വരെ പാമ്പുകൾ കയറിയിരിക്കുന്ന സംഭവങ്ങൾ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. വീട്ടിൽ കിടന്നുറങ്ങുന്നവരെ പാമ്പ് കടിക്കുന്നു, വാഹനം ഉപയോഗിക്കുന്നവരെ പാമ്പ് കടിക്കുന്നു, അല്ലെങ്കിൽ പാമ്പുകൾ ആക്രമിക്കുന്നു എന്നൊക്കെയുള്ള സംഭവങ്ങൾ കാരണം, ഈ ന്യൂസുകൾ കാരണം ആളുകളിപ്പോൾ വല്ലാത്തൊരു സർപ്പഭീതിയിലാണ്. അതുകൊണ്ട് തന്നെ പാമ്പുകളെ കാണുമ്പോൾ തന്നെ അത് വിഷമുള്ളതോ വിഷമില്ലാത്തതോ ആണെന്ന് സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് തന്നെ ആളുകൾ വല്ലാണ്ട് ഭയപ്പെടുകയും അവയെ കൊല്ലാൻ നോക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാമ്പ് കടി ഏറ്റുകഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, അതിനെപ്പറ്റിയുള്ളൊരു അജ്ഞത കാരണം വല്ലാത്തൊരു ഭീതിയിൽ ആളുകൾ, അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ആളുകൾക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കാരണം പാമ്പുകളെ പ്രധാനമായും, അത് ഇന്ത്യയിൽ സാധാരണയായി കാണപ്പെടുന്ന പാമ്പുകൾ ഏതൊക്കെയാണ്, അവയിൽ മനുഷ്യന് അപകടകാരികളായ പാമ്പുകൾ ഏതൊക്കെയാണ് എന്ന് വിശദമായി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഗ്രന്ഥമാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. അതാണ് ഇന്ത്യയിലെ സാധാരണ പാമ്പുകൾ എന്ന റോമുലസ് വിറ്റേക്കർ രചിച്ച ഗ്രന്ഥം. റോമുലസ് വിറ്റേക്കർ അദ്ദേഹം പത്മശ്രീ ലഭിച്ചിട്ടുള്ള ഒരു സ്നേക്ക് കൺസർവേഷനിസ്റ്റാണ്. പാമ്പുകളെ പറ്റിയുള്ള പഠനത്തിനായി അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ വന്ന് ഇവിടെ സെറ്റിൽ ചെയ്ത് വർഷങ്ങളായി, കഴിഞ്ഞ 50ഓളം വർഷങ്ങളായി ഇന്ത്യയിൽ പാമ്പുകളെ പറ്റിയുള്ള പഠനങ്ങൾ നടത്തുകയും പാമ്പുകളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മദ്രാസ് സ്നേക്ക് പാർക്കിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം ഇന്ത്യയിൽ സാധാരണയായി കാണപ്പെടുന്ന 30 ഇനം പാമ്പുകൾ, വിഷമുള്ളതും വിഷമില്ലാത്തതുമായ പാമ്പുകളെ പറ്റിയുള്ള ഒരു വിശദമായ പഠനമാണ് ഈ പുസ്തകത്തിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിൽ നിന്നും നമുക്ക് മനുഷ്യന് ഏറ്റവും അപകടകാരിയായ പാമ്പുകൾ ഏതൊക്കെ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്നത് പോലെ തന്നെ ഇന്ത്യയിൽ മനുഷ്യർ ഏറ്റവും അപകടകാരിയായിട്ടുള്ള പാമ്പുകൾ 4 ഇനമാണ്. ദ ബിഗ് 4 എന്നറിയപ്പെടുന്ന ഈ 4 തരം പാമ്പുകളെയാണ് നമ്മൾ ഭയക്കേണ്ടത്. ഇപ്പോൾ തന്നെ നമ്മൾ കേരളത്തിൽ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ വന്നിട്ടുള്ള പാമ്പുകൾ ഇവയിൽ പെടുന്നതാണ്. ഒന്നാമത്തേതാണ് മൂർഖൻ, ഇന്ത്യൻ കോബ്ര എന്ന മൂർഖൻ ഒന്ന്. പിന്നൊന്ന് കോമൺ ക്രൈറ്റ്, ശംഖുവരയൻ, വളവളപ്പൻ, എട്ടടി വീരൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന കോമൺ ക്രൈറ്റ് എന്ന പാമ്പ്. ഇതുകൂടാതെ തന്നെ 2 ഇനം അണലികൾ. ഒന്ന് വളരെയധികം അപകടകാരിയായിട്ടുള്ള റസൽസ് വൈപ്പർ, ചേൻതണ്ടൻ വട്ടക്കൂറ എന്ന പേരിൽ അറിയപ്പെടുന്ന റസൽസ് വൈപ്പർ. പിന്നൊന്ന് സോസ്കെയിൽഡ് വൈപ്പർ അല്ലെങ്കിൽ ചുരുട്ടമണ്ഡലി. ഈ 4 പാമ്പുകളാണ് മനുഷ്യന് ഏറ്റവും അപകടകരമായിട്ടുള്ളത്. ഇന്ത്യയിൽ 34 ലക്ഷത്തോളം ആളുകൾക്ക് ഓരോ വർഷവും പാമ്പ് കടി ഏൽക്കുന്നുണ്ട്. അതിൽ 50,000-ഓളം പേർ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിന് പ്രധാനമായും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പാമ്പുകളാണിവ. ഇതിനുള്ള പ്രധാന കാരണം ഈ പാമ്പുകൾ മനുഷ്യരുടെ ആവാസ വ്യവസ്ഥയോട് അടുത്ത് ജീവിക്കുന്നതായതുകൊണ്ടാണ്. എപ്പോഴും മനുഷ്യരുടെ താമസിക്കുന്നതിൻ്റെ വീടുകളിലും മറ്റുമായി ഈ പാമ്പുകളെ പലപ്പോഴും കാണാൻ സാധിക്കും. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം പാമ്പുകളെ എങ്ങനെ നമ്മുടെ പരിസരത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാം എന്നതാണ്. അതിനോടൊപ്പം തന്നെ ഒരു പാമ്പ് കടി ഏറ്റുകഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതിനുള്ള പ്രാഥമിക ശുശ്രൂഷ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ വിശദമായ ഒരു വിവരണം ഈ പുസ്തകത്തിൽ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ ഭയപ്പെടേണ്ടതല്ലാതായിട്ടുള്ള പാമ്പുകൾ, അത് വിഷമില്ലാത്ത നമ്മുടെ പരിസരങ്ങളിൽ കാണുന്ന അനേകം പാമ്പുകളുണ്ട്. പക്ഷേ അവയൊന്നും മനുഷ്യന് യാതൊരു തരത്തിലുള്ള ഉപദ്രവവും ഉണ്ടാക്കുന്നതല്ല. ഉദാഹരണത്തിന് ട്രിങ്കറ്റ് സ്നേക്ക്, വൈൻ സ്നേക്ക് തുടങ്ങിയ ചെറിയ പാമ്പുകൾ. ഈ പാമ്പുകളെയൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഭയപ്പെട്ടിട്ട് പലപ്പോഴും കൊല്ലാറുണ്ട്. അപ്പോൾ ഈ പാമ്പുകളൊന്നും യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളും മനുഷ്യനുണ്ടാക്കുന്നില്ല. അപ്പോൾ ഈ പാമ്പുകൾ, അതുപോലെ തന്നെ ചേര തുടങ്ങിയ പാമ്പുകളൊക്കെ, ഇപ്പോൾ ഈ പാമ്പുകളെ പറ്റി മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഈ വിഷമുള്ള പാമ്പുകൾ ഏത്, വിഷമില്ലാത്തതേത് എന്ന് കൃത്യമായി മനസ്സിലാക്കാനും പാമ്പുകളെ പറ്റിയുള്ള അനാവശ്യ ഭീതികൾ നമ്മളിൽ നിന്ന് ഒരു പരിധിവരെ നിർമ്മാർജ്ജനം ചെയ്യാനും ഈ ഗ്രന്ഥത്തിലെ വായന കൊണ്ട് നമുക്ക് സാധിക്കും. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയാണ് ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്.